ഹലോ കുട്ടികളെ, ഇന്ന് നമുക്കൊരു പുതിയ കഥ കേട്ടാലോ? എന്താണ്? കുസൃതിക്കാരനായ ഒരു കുട്ടിയുടെ കഥ. ഒരു വലിയ വനത്തിൻ്റെ അടിവാരത്തിൽ ഒരു ചെറിയ സുന്ദരമായ ഗ്രാമമുണ്ടായിരുന്നു. ഗ്രാമവാസികളെല്ലാം നല്ല സ്നേഹത്തോടു കൂടിയാണ് ജീവിച്ചിരുന്നത്. ആ ഗ്രാമത്തിലെ ആളുകളെല്ലാം സാധാരണക്കാരായ കൃഷിക്കാരായിരുന്നു. അവർ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് കാര്യമുണ്ടെങ്കിലും സഹായിക്കുന്ന ആളുകളായിരുന്നു. ആ ഗ്രാമത്തിൽ ഒരു തയ്യൽക്കാരൻ ഉണ്ടായിരുന്നു. ആ തയ്യൽക്കാരന് കുസൃതിക്കാരനായ ഒരു മകനുണ്ടായിരുന്നു. ആളുകളെ പറ്റിക്കുന്നത് അവന് വളരെയധികം ഇഷ്ടമുള്ള കാര്യം. പലപ്പോഴും ഗ്രാമത്തിലുള്ള ആളുകൾ ഇവനെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, മറ്റുള്ളവരെ കളിയാക്കുന്നത് അവന് വളരെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം ഈ ബാലൻ നാട്ടുകാരെ ഇങ്ങനെ കളിപ്പിക്കാമെന്ന് ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ അവനൊരു ബുദ്ധി തോന്നി. അവൻ ആ ഗ്രാമത്തിൻ്റെ തൊട്ടടുത്തുള്ള മലയിൽ വളരെ കഷ്ടപ്പെട്ട് കയറി. പാറകളും പുല്ലും പിടിച്ച് കിടന്നിരുന്ന ആ മല കയറാൻ അവൻ വളരെയധികം ബുദ്ധിമുട്ടി. അവസാനം ഒരു വലിയ പാറക്കെട്ടിൻ്റെ മുകളിലെത്തി. അവിടെ നിന്ന് നോക്കിയാൽ ഗ്രാമം മൊത്തം കാണാമായിരുന്നു. ആ വലിയ പാറക്കെട്ടിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു, അയ്യോ, ഓടി വരണേ, സിംഹം എന്നെ പിടിക്കാൻ വരുന്നേ, നാട്ടുകാരെ എന്നെ രക്ഷിക്കണേ. ആളുകൾ ഇവന്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തി. ചുറ്റും നോക്കി, പക്ഷെ അവിടെ സിംഹം പോയിട്ട് ഒരു കൊച്ചു ജീവിയെ പോലും അവർ കണ്ടില്ല. അപ്പോൾ ആ ബാലൻ കൈകൊട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ, നിങ്ങളെ പറ്റിച്ചേ പൊട്ടന്മാരാണേ. ആളുകൾക്ക് നന്നായിട്ട് ദേഷ്യം വന്നു. അവർ അവനെ ചീത്ത പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കടന്നുപോയി. ദിവസങ്ങൾക്ക് ശേഷവും ഈ സംഭവം വീണ്ടും ആവർത്തിച്ചു. ബാലൻ വീണ്ടും കള്ളം പറഞ്ഞു. ഗ്രാമവാസികൾ വീണ്ടും വന്നു. അവർ അവിടെ സിംഹത്തിനെ കണ്ടതുമില്ല. അവർ തീരുമാനിച്ചു, ഇനി ഇവൻ ഇവിടെ കിടന്ന് കൂവിയാലും ഞങ്ങൾ വിശ്വസിക്കത്തില്ല. ഒരു ദിവസം ബാലൻ പാറയുടെ മുകളിൽ നിന്ന് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു യഥാർത്ഥ സിംഹം അവിടെ എത്തി. അവൻ ശരിക്കും പേടിച്ചുകൊണ്ട് നിലവിളിച്ചു. പക്ഷെ എന്തു പറ്റി? സിംഹത്തിൻ്റെ അലർച്ച കേട്ടതോടുകൂടി അവൻ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. സിംഹം ഭീകരമായി അലറി. ഭയന്ന ബാലൻ വീണ്ടും വിളിച്ചു കൂവി, അയ്യോ, സിംഹം, സിംഹം, രക്ഷിക്കൂ, രക്ഷിക്കൂ. പക്ഷെ എന്തു പറ്റിയെന്നറിയോ? ആരും സഹായിക്കാൻ വന്നില്ല. ഗ്രാമവാസികൾ വിചാരിച്ചു, ഇവൻ വീണ്ടും കള്ളം പറയുക, അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇനിയും ചെല്ലുന്നില്ല. ബാലൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ സിംഹം ബാലൻ്റെ മേൽ ചാടി വീണു. അങ്ങനെ ബാലന് രക്ഷപ്പെടാൻ പറ്റിയില്ല. നാട്ടുകാരെല്ലാം വിവരമറിഞ്ഞ് വന്നപ്പോഴേക്കും വൈകിക്കഴിഞ്ഞിരുന്നു. അവർക്ക് ആകെ സങ്കടമായി. എപ്പോഴും കള്ളം പറയുന്നവരെ ആരും വിശ്വസിക്കത്തില്ല. അപ്പം എന്താണ് നമ്മൾ ചെയ്യേണ്ട മക്കളെ? ഒരു കാരണവശാലും കള്ളം പറയരുത്. കള്ളം പറഞ്ഞാൽ പിന്നീട് ആളുകൾ നമ്മളെ വിശ്വസിക്കാതാവും. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടില്ലേ? അടുത്ത കഥയുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ നന്ദി, നമസ്കാരം.